നമുക്കിന്ന് പൊടിപ്പത്തിരി ഉണ്ടാക്കട്ടോ. അപ്പോൾ അത് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പൊടിപ്പത്തിരിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. അപ്പം നമുക്കിത് ഒറ്റ പരത്തിൽ തന്നെ ഒരു 10 പോലെ വെച്ചിട്ട് പരത്താൻ കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പത്തിരിയാണ് നമുക്ക് കിട്ടിയത്. അപ്പം റമദാൻ മാസമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല എളുപ്പ വഴിയാണ് കേട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തോലുണ്ടെങ്കിലൊന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നൊന്ന് പറഞ്ഞു തരണേ. അപ്പോൾ ഇതാ ഞാനിത് ചെയ്ത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് പത്തിരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ വാട്ടുന്നൊരു രീതിയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 ഗ്ലാസ് പൊടിക്ക് 2.5 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാനിവിടെ എടുത്തത്. അപ്പോൾ ചില പൊടിക്ക് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഒഴിക്കുക കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കുറേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് പാകമല്ല എന്ന് തോന്നിയാൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതിയാവും കേട്ടോ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ കുറേ വെള്ളം ഒഴിച്ചാൽ ചളി പോലെ ആയിപ്പോവും കേട്ടോ നമ്മൾ പത്തിരിപ്പൊടി. അപ്പോൾ ഇതാ ഞാൻ 2.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നല്ല മയം ഉണ്ടാവും കേട്ടോ നമ്മളെ ഈ ഒരു പൊടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ഒരു അര ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. നമ്മളെ കയ്യിൽ പൊടിയുപ്പുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലിപ്പോൾ അതാണെന്നുള്ള കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത്. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം വെട്ടി തിളക്കട്ടെ കേട്ടോ. അതൊന്ന് തിളച്ച് വരുന്ന നേരം കൊണ്ട് ഞാനിവിടെ പൊടി എടുക്കുന്നുണ്ട്. ഞാനിപ്പം ഇവിടെ പാക്കറ്റ് പൊടിയാണ് എടുത്തത്. ഇതിപ്പോൾ അജ്മിൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ നല്ല പുട്ടുപൊടിയാണ്, അല്ല പുട്ടുപൊടിയാണ്, സോറി, പത്തിരിപ്പൊടിയാണ്, നല്ല പത്തിരിപ്പൊടിയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞാൻ ഈ ഒരു ഗ്ലാസ്സിനാണല്ലോ ഞാനിപ്പോൾ അളന്നത്, വെള്ളം അളന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് തന്നെ 2 ഗ്ലാസ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തത്. ഇനിയിപ്പോൾ ഇതാ നമ്മളെ വെള്ളം നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിമൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ 2 ഗ്ലാസ് പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം തിളച്ചിട്ടൊന്ന് കളന്തിയെടുക്കാം. നമ്മളിത് കളന്തുന്ന സമയത്ത് തീയൊന്ന് ചെറുങ്ങനെ ഒന്ന് കൂട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക പൊടി. അതിലൊന്ന് അടി കടന്നൊന്ന് വെന്തിട്ടൊന്ന് വറ്റി വന്നോട്ടെ. എന്നിട്ട് പിന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ. എന്നാൽ അടിയിലൊന്നും പോവില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ് കേട്ടോ ഈ ഒരു വെള്ളം. അപ്പോൾ 2 ഗ്ലാസ് പൊടിക്ക് ഞാനിപ്പോൾ 2.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. അപ്പോൾ നിങ്ങളെ പൊടിക്ക് നിങ്ങളിപ്പം വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന പൊടിയൊക്കെ ആണെങ്കിൽ അതിന് വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ വെള്ളത്തിന്. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഞാൻ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ സ്പാച്ചുല വെച്ചിട്ട് തന്നെ ഇതേപോലെ നല്ലോണം കളന്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാനിപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ നല്ലോണം ഇതേപോലെ ഒന്ന് കളന്തിയെടുക്കുന്നത്. ഒന്ന് നല്ലോണം വെന്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. തീ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ആ ചൂട് തന്നെ നമുക്ക് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ പിന്നെ കുറച്ച് മാത്രം നമുക്ക് കുഴച്ചാൽ മതിയല്ലോ. അപ്പോൾ കൈയൊന്നും പൊള്ളില്ലാലോ ഈ ഒരു സ്പാച്ചിൽ വെച്ച് അമർത്തി കുഴച്ചെടുക്കുന്ന സമയത്ത്. അപ്പോൾ അതാ ഇത് ഞാൻ പുറത്തേക്ക് വെച്ചിട്ട് പിന്നെ നമുക്കൊന്ന് നല്ലോണം ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഒന്ന് പിന്നെ കുഴച്ചെടുത്താൽ മതി. ഇതാ കണ്ടില്ലേ, ഇതിപ്പോൾ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. കൈൻ്റെ അടിയിലൊക്കെ വെച്ച് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമ്മൾ നല്ലോണം കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു പരുവത്തിൽ, എന്നാലും സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഇതൊന്ന് ചൂട് തണിയാനൊന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ഇവിടുന്ന് തന്നെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കുക. ഒന്ന് ചൂട് തണിഞ്ഞ് വന്നോട്ടെ കേട്ടോ. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക. എന്നാലാണ് നമ്മളെ പത്തിരി അടിപൊളിയായിട്ട് തന്നെ കിട്ടും കേട്ടോ.
അപ്പം നമ്മളെ പത്തിരിപ്പൊടി ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നിങ്ങളെ കൈ പൊള്ളുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് പച്ചവെള്ളമില്ലേ, പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് ഇതുപോലെ കുഴച്ചാൽ മതിയേ. അപ്പം കൈ പൊള്ളാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും. ഞാനിതൊന്ന് ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ എത്ര വലിപ്പം വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും വലിയ ഉരുളകളാക്കാം കേട്ടോ. ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ മുഴുവനായിട്ടും ഉരുട്ടിയെടുക്കട്ടെ. ഇനി ഇതേപോലത്തെ ഒരു കവർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കവറിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ബോൾസ് അതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിലായിട്ട് ഒരു കവറും കൂടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് തടവി കൊടുക്കുക. തടവി കൊടുത്തതിന് ശേഷം ഒരു പത്തിരിൻ്റെ ബോൾസും കൂടിയും വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മേളിലായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. വെളിച്ചെണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഒരു ബോൾസും കൂടി അതിൻ്റെ മേളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഒരു കവറും കൂടി ഇതിൻ്റെ മേളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിഭാഗത്ത് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ബോൾസ് ആക്കിയിട്ട് ഒന്നും കൂടി അതിൻ്റെ മേളിലായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കവർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേളിലായിട്ട് ഒരു ബോൾസും കൂടി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു കവറും കൂടി ഞാൻ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 വരെ വെക്കട്ടോ. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. നല്ലോണം അമർത്തി കൊടുക്കണേ. അപ്പോൾ കൈവച്ച് നടുഭാഗം തന്നെ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കണം. സത്യം പറയാലത് ഞാനൊരു ചാനലിൽ കണ്ടതാണ് കേട്ടോ. അതുപോലെ ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതാ എനിക്ക് കിട്ടിയത് ഇതേപോലെയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ഫ്ലോപ്പായിട്ടാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. പക്ഷേ ഇതേപോലെ ഓരോന്ന് എടുക്കാൻ പറ്റും. പക്ഷെ അവിടെ ഇവിടെ ചളിവിളി ഇങ്ങനെ ഞാൻ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തത് നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ ഇത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ ആണോ ചെയ്യാന്നൊന്ന് കമൻറ്റായിട്ടൊന്ന് അറിയിക്കണേ. എനിക്ക് മനസ്സിലായിക്കില്ല, അതുകൊണ്ടാണ്. ചിലപ്പോൾ ഞാൻ ചെയ്തതിലുള്ള മിസ്റ്റേക്കാണോ അല്ലെങ്കിൽ ഇതിൻ്റെ മിസ്റ്റേക്കാണോ ഒന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് എനിക്ക് റെഡി ആയിക്കില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ പൊടി വാട്ടിയതിലുള്ള മിസ്റ്റേക്കാണോ, പൊടി കുഴച്ചതിലുള്ള മിസ്റ്റേക്കാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ ഞാനിത് പരത്തിയിട്ട് ചുട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഞാൻ സാധാരണ പ്രസ്സിലാണ് അമർത്തിയിട്ട് ചുടൽ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ പരത്താനും നിൽക്കലില്ല കേട്ടോ. പൊടിയിട്ട് പരത്തിയിട്ട് ചുടലുമില്ല. എനിക്ക് പൊടിയിട്ട് പരത്തുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ, ഇഷ്ടമല്ല. അപ്പോൾ അതാ ഞാനിത് പ്രസ്സിൽ പരത്തിയിട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഇല്ലാണ്ട് ഞാൻ ഇതേപോലെ ഒന്ന് പരത്തിയിട്ട് ചെയ്ത് നോക്കിയിട്ട് ഒന്നും കൂടി എൻ്റെ മിസ്റ്റേക്ക് തന്നെ ആണോ നോക്കേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ ഒന്നും കൂടി ഞാൻ ചെയ്ത് നോക്കിയത്. അപ്പോൾ അവസ്ഥ അത് തന്നെയാണ്. പക്ഷേ ഒന്ന് പരന്ന് വന്നിക്ക്. പക്ഷേ എന്താ പറയുക, നല്ല നൈസായിട്ടൊന്നും നമ്മൾ പ്രസ്സിലൊന്നും പരത്തുന്ന അതുപോലെ ഒന്നും കിട്ടിയിരിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതാ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതാ കണ്ടില്ലേ, ഇതേപോലെ ഒന്ന് അമർത്തി തരാം. കിട്ടിയത് ഇതേപോലെയാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇതുപോലെയാണ് എനിക്ക് കിട്ടി. പിന്നെ ഞാൻ ഒന്ന് മാത്രം വെച്ചിട്ട് പ്ലേറ്റ് വെച്ച് അമർത്തി തരാം. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ ഈ ഒരു പത്തിരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാ കണ്ടില്ലേ, നല്ല റൗണ്ടായിട്ട് തന്നെ നല്ല നൈസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പത്തിരി പ്രസ് ഇല്ലെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അടിപൊളിയായിട്ടുള്ള പത്തിരി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിത് പ്രസ്സിൽ അമർത്തിയിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് അമർത്തി കൊടുക്കുക. നല്ല താള് പോലെ നൈസായിട്ടുള്ള പത്തിരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചുട്ടിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാവും. കണ്ടില്ലേ, നല്ല അടിപൊളിയല്ലേ. ഞാൻ ഇപ്പം പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. എനിക്ക് പൊടി ഇട്ടിട്ട് ഇഷ്ടമല്ല കേട്ടോ. ഒരു താള് പോലെ കിട്ടിയില്ല. പക്ഷേ ചിലവർക്കൊക്കെ പൊടി ഇട്ടതായിരിക്കും ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊടിൻ്റെ അകത്ത് ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ ഇതാ നമ്മളെ പത്തിരി അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെയാണ് ഞാൻ ചുട്ടെടുത്തത്, ഓരോന്ന് വെച്ചിട്ടാണ് ഈ ചുട്ടെടുത്തത്. അപ്പോൾ നല്ല സോഫ്റ്റ് പത്തിരിയാണ് കേട്ടോ. ഞാൻ ഈ ചെയ്യുന്നത് പോലെ ചെയ്യുകയെന്ന് വെച്ചാൽ 1/4 മണിക്കൂർ പോലും വേണ്ട കേട്ടോ നമുക്ക് ഈ ഒരു പത്തിരി ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും സോഫ്റ്റ് ആണ്, നല്ല അടിപൊളി പത്തിരിയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ വെറുതെ നമ്മൾ പ്ലാസ്റ്റിക് കവറൊന്നും വെച്ചിട്ട് അമർത്തിയിട്ടൊന്നും അട്ടിക്കിട്ട് അമർത്തിയിട്ട് വെറുതെ സമയമൊന്നും പായാക്കണ്ട കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ.